ഹായ് ഫ്രണ്ട്സ്, ഞങ്ങളിന്ന് ചേച്ചിയുടെ വീട്ടിൽ പോകാനായിട്ട് ഇതെല്ലാം റെഡിയായിട്ട് ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതേ ഞങ്ങൾ ഇറങ്ങി ടൗണിൽ വന്നു. കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ചെയ്യാനായിട്ട്. സുമന്ന് ഇച്ചിരി താമസിച്ചാണ് വന്നത്. അപ്പോൾ ഞങ്ങളിതേ ഫുഡ് കഴിക്കാനൊക്കെ വന്നു. ഇതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയൊക്കെ ഒന്ന് ചെയ്യണേ. അപ്പം ഞങ്ങളൊക്കെ ചേച്ചിയുടെ വീട്ടിൽ വന്നു. വീട്ടിൽ വന്നിട്ട് ഞങ്ങൾ അമ്പലത്തിൽ പോകാനായിട്ട് ഒരുങ്ങിയിരിക്കുകയാണ് കേട്ടോ. അപ്പം ഞങ്ങൾ മെയിനായിട്ടും വന്നത് ഇവിടെ അമ്പലത്തിൽ പൊങ്കാല ഇടാനായിട്ട് വന്നതാണ് കേട്ടോ. അപ്പം നമ്മൾ വീഡിയോ എടുക്കുന്ന ഒരു 3 മാസം മുമ്പത്തെ വീഡിയോ ആണ് കേട്ടോ. ഇപ്പോഴാണ് അപ്ലോഡ് ചെയ്യാൻ പറ്റിയത്. അപ്പം അതിൻ്റെ ഒത്തിരി ആൾക്കാരുണ്ട് കേട്ടോ. നല്ല വെയിലാണ്. തണലുള്ള സ്ഥലം നോക്കി ഓരോരുത്തരും നേരത്തെ സ്ഥലം വിളിച്ച് നമുക്ക് അത്യാവശ്യം നല്ല വെയിലുള്ളൊരു ഭാഗമാണ് കിട്ടിയിരിക്കുന്നത് കേട്ടോ. എന്നാലും അമ്പലത്തിൻ്റെ ഫ്രണ്ട് വശം ആയതുകൊണ്ട് കുഴപ്പമില്ലല്ലോ. അപ്പം അതേൻ്റെ അമ്മു ശ്രീകുട്ടി അമ്പലത്തിൽ തൊഴാൻ പോയിട്ട് വരുന്നുണ്ട്. അപ്പം ഞങ്ങൾ പോയി തൊഴുതിട്ടൊക്കെ വന്നു കേട്ടോ. അപ്പോൾ ഇവർ രണ്ടുപേരുമാണ് ഇന്ന് പൊങ്കാല ഇടുന്നത്. എല്ലാ വർഷവും ഞങ്ങൾ വലിയവരാണ് ഇടുന്നത്. ഈ പ്രാവശ്യം ഇവർക്ക് 2 രൂപയ്ക്ക് ഇടണമെന്നൊരാഗ്രഹം പറഞ്ഞതുകൊണ്ട് അവർ രണ്ടുപേരും ഇടുവാണ് കേട്ടോ. അപ്പോൾ അവർ തന്നെയാണ് എല്ലാം ചെയ്യുന്നത്. എല്ലാം പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതേപോലെ എല്ലാ കാര്യങ്ങളും ചെയ്തോളൂ. അമ്മു പിന്നെ 1-2 തവണ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അമ്മൂൻ്റെ കൂടെ ഇങ്ങനെ പൊങ്കാല ഇടാൻ വന്നപ്പോൾ ശ്രീകുട്ടിക്കും ഒരാഗ്രഹം, അവൾക്കും ഇതേപോലെ പൊങ്കാല ഇടണമെന്ന്. അപ്പോൾ അവരെല്ലാം ചെയ്തുകൊണ്ടിരിക്കുക, വിളക്ക് കത്തിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ആദ്യമേ ഗണപതി കുരുക്ക് വെക്കണമല്ലോ, അതൊക്കെ റെഡിയാക്കി വയ്ക്കാം. അപ്പോൾ ഇന്ന് അമ്പലത്തിൽ പൊങ്കാലയ്ക്ക് തിരി കൊളുത്താനായിട്ട് വരുന്നത് പ്രശസ്ത സിനിമാ നടി സീമാജി നായരാണ് കേട്ടോ. അപ്പം പുള്ളിക്കാരി ഞാൻ അടുത്ത് തന്നെ കണ്ടു. ഒത്തിരി തിരക്കും കാര്യങ്ങളൊന്നുമില്ല, എന്തിനും അത്യാവശ്യം തിരക്കുണ്ട് കേട്ടോ. അപ്പോൾ പുള്ളിക്കാരി വന്നു. അപ്പോൾ ഞാനും ചേച്ചിയുടെ പേര് ജയ എന്നാണ്. ഞാനും ജയയും കൂടെ അമ്പലത്തിൽ കയറി തൊഴിട്ട് വന്നിട്ട് അപ്പോൾ ഇവിടെ ഫുഡുണ്ടെന്ന് പറഞ്ഞു അമ്പലത്തിൽ രാവിലത്തേക്കിനുള്ളത്. അപ്പം ഞങ്ങൾ രണ്ടുപേരും ദൈവവും കൂടെ അത് കഴിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങോട്ട് വന്നു കേട്ടോ. ശ്രീകുട്ടി അമ്മ ഇനി പൊങ്കാല ഇട്ട് കഴിഞ്ഞിട്ടേ കഴിക്കത്തുള്ളൂ. അപ്പം ഞങ്ങളെന്നാൽ ഇത് കപ്പയാണ് കേട്ടോ. കപ്പ പുഴുങ്ങിയതും ഞങ്ങളുടെ കാന്താരിയും തൈരും ഒക്കെ വെച്ചിട്ട് ചമ്മന്തിയുമാണ്. അപ്പം ഞങ്ങളത് വന്ന് കഴിച്ചു. അവരവിടെ ഇരിക്കും, പൊങ്കാല ഇടുന്നിടത്തിരിക്കും. അവിടെ ഇച്ചിരി താമസമുണ്ട്. അത് കാരണം ഞങ്ങളിവിടെ വന്ന് കഴിച്ചിട്ട് പോകാമെന്ന് ഇങ്ങനെ വന്നു കേട്ടോ. ദൈവത്തിന് കപ്പ പുഴുങ്ങിയൊന്നും ഇഷ്ടമല്ല കേട്ടോ. പിന്നെ ഒരു ശക്കലമൊക്കെ എടുത്ത് കഴിച്ചിട്ട് പിന്നെ അതുവഴിയൊക്കെ ഓടിച്ചാടിയൊക്കെ നടപ്പുണ്ടായിരുന്നു. അതെൻ്റെ പൊങ്കാല അടുപ്പ് തീയൊക്കെ കത്തിച്ച് ഇതെല്ലാം റെഡിയാക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ദേവ് അരി വാരി ഇടണമെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ പുള്ളിക്കാരി നാരങ്ങ വെള്ളം കുടിക്കാനും ഐസ്ക്രീം കഴിക്കാനും ഒക്കെ ആയിട്ട് ഇങ്ങനെ അതുവഴിയൊക്കെ നടപ്പുണ്ട് കേട്ടോ. എന്തോ അറിയാവുന്ന സ്ഥലം പോലെ ഓടി അതുവഴി ഇതുവഴിയൊക്കെ താനെ നടപ്പുണ്ട്. അപ്പോൾ അത് നമ്മളത് പൊങ്കാല ഇടാനായിട്ടെല്ലാം അരിയൊക്കെ ഇട്ടു. അപ്പോൾ അവർ തന്നെ എല്ലാം ചെയ്തു കേട്ടോ. അവർ ഇതെല്ലാം എപ്പോഴും കാണുന്നില്ല. അപ്പോൾ അതൊക്കെ കഴിഞ്ഞത് 1 മണിക്കൂറൊക്കെ കഴിഞ്ഞപ്പോൾ എല്ലാവരുടെയും പൊങ്കാലയൊക്കെ റെഡിയായി. ഞങ്ങളിത് ഇവിടെ ഇങ്ങനെ വെയിലത്ത്, ഭയങ്കര വെയിലാണ് കേട്ടോ. വെയിലത്ത് ഇങ്ങനെ ഇരിക്കുക. ദേവും ഐസ്ക്രീമൊക്കെ കഴിച്ച് ഭയങ്കര ജോളിയായിട്ട് നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ പൊങ്കാല എല്ലാം പൂജിച്ച് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ അന്നദാനം ഉണ്ടായിരുന്നു, അതൊക്കെ കഴിച്ചിട്ട് അങ്ങനെ നേരെ വീട്ടിലേക്ക് പോയി. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഈ ഒരു വർഷം നമ്മൾ കാത്തിരിക്കേണ്ടേ പൊങ്കാലയ്ക്ക് വേണ്ടി. അപ്പോൾ ഇത് കാണുമ്പോൾ എല്ലാവർക്കും ഒരു സന്തോഷമാവുമെന്ന് കരുതുന്നു. അപ്പോൾ അടുത്ത ദിവസം തന്നെ നമുക്ക് നല്ലൊരു വീഡിയോ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.